ഇന്ന് ദിവസം 10. അപ്പം ഈ 10 ദിവസം കൊണ്ട് കണ്ടില്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഓരോ സഹോദരങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ് എന്തുമാത്രം മനസ്സ് പടപടായിരിക്കും എന്നുള്ളത്. ഈ 10 ദിവസം കൊണ്ട് ഒരാളെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. തിരച്ചിലെന്ന് പറഞ്ഞാൽ അതൊന്നും തൃപ്തികരമില്ലെന്ന് എവിടെ വന്നാലും ഞാൻ പറയത്തുള്ളൂ. അവർ പറയും ഞങ്ങൾ ചെയ്തു, അത് എനിക്ക് തൃപ്തികരമല്ല സർ. മത്സ്യബന്ധനത്തിനിടെ കാണാതായ ജോണിന്റെ പുല്ലുവിളയിലെ വീട്ടിൽ മുഹമ്മദ് റിയാസത്തി കുടുംബവുമായി സംസാരിച്ചു. വകുപ്പ് മന്ത്രി തിരിഞ്ഞു നോക്കിയിട്ടില്ല. കേരളത്തിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കും, മന്ത്രിമാർ കേന്ദ്രീകരിക്കും, ഇടപെടും, ക്യാമ്പ് ചെയ്ത് ഏകോപിപ്പിക്കും. 10 ദിവസമായി ഫിഷറീസ് വകുപ്പ് മന്ത്രി ഇവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രി മത്സ്യത്തൊഴിലാളികളെയും തീരദേശ മേഖലയിലെ വാസികളെയും ആകെ അപമാനിക്കുന്ന നിലയിലേക്കുള്ള പ്രസ്താവന ഇറക്കിയിരിക്കുകയാണ്. ആ നിലയിൽ തന്നെ നമ്മൾ പരിശോധിച്ചാൽ ഇത് ഒരു സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാകാൻ വേണ്ടി പാടില്ല. ഇവിടെ മുഖ്യമന്ത്രിയും മന്ത്രിയും ഒരു ദുരന്തമായി മാറിയിരിക്കുകയാണ്. അടിയന്തരമായ വിഷയത്തിൽ ഇടപെടാൻ വേണ്ടി അവർ തയ്യാറാകണം. മുഖ്യമന്ത്രി പ്രസ്താവന നടത്തി മത്സ്യത്തൊഴിലാളികളെ അപമാനിച്ചതിന് പരസ്യമായി മാപ്പ് പറയണം. ഫിഷറീസ് മന്ത്രി പറ്റിയ തെറ്റ് തുറന്നു പറയാൻ തയ്യാറാകണം. അടിയന്തരമായ വിഷയത്തിൽ ഇടപെടണം. അതുപോലെ തന്നെ മുതലപ്പുഴയിലെ ആ അമ്മയ്ക്ക് കൊച്ചുമക്കളെയും കൊണ്ട് തെരുവിലിറങ്ങി ഇരിക്കേണ്ടി വരത്തില്ല. ഇത് ചിന്തിച്ചു നോക്കിയാൽ മതി. ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നത് എന്തോന്ന് പറയാൻ വേണ്ടിയിട്ട്, ഇത് ഇവർക്ക് എന്താണ് കുഴപ്പമെന്നൊക്കെ ചോദിക്കുന്നവർക്ക് പറയാൻ എനിക്കൊന്നും അവരടുത്ത് പറയാനില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ചിന്തിക്കണം. നഷ്ടപ്പെട്ടവനെ എൻ്റെ വില മനസ്സിലാകത്തുള്ളൂ. നഷ്ടപ്പെട്ട് നിൽക്കുന്നവർക്ക് അതിൻ്റെ വേദന എന്തെന്ന് മനസ്സിലാകത്തുള്ളൂ. അത് കിട്ടാത്തപ്പോൾ അവർ ചോദിക്കും, എന്തുകൊണ്ടത് ചെയ്യുന്നില്ല എന്ന് ചോദിക്കും. 1.5 മണിക്കൂർ മാത്രം സെർച്ച് ചെയ്ത് നടത്തിക്കൊണ്ടിരുന്നത് എങ്ങനെ 3 മണിക്കൂറാക്കാമെന്ന് അവർ പറഞ്ഞു. 3 മണിക്കൂറാക്കി. 3 മണിക്കൂറാക്കാമെന്ന് പറഞ്ഞു. അപ്പം 3 മണിക്കൂറാക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അത്രയും ഫോഴ്സ് ചെയ്തതിന് ശേഷമാണ് 3 മണിക്കൂറാക്കാമെന്ന് അവർ പറയുന്നത്. അപ്പോൾ ആദ്യമേ എന്തുകൊണ്ട് 3 മണിക്കൂർ തിരച്ചിൽ വർക്ക് നടത്തിക്കൂടാ? 3 മണിക്കൂർ നമുക്ക് തികയില്ല എങ്കിലും പറയുന്നു. പക്ഷേ ഈ 3 മണിക്കൂർ തിരച്ചിൽ നടത്താമെന്ന് പറഞ്ഞ് നടത്തി അവർ 2 മണിക്കൂർ തിരച്ചാണ് നടത്തി. അവർക്ക് കുറെ എക്സാമ്പിൾസ് ഉണ്ട്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, 31-ാം തീയതിയാണ് ഈ ഇൻസിഡന്റ് നടക്കുന്നത്. നിങ്ങൾ വിളിച്ച് ഫോൺ ചെയ്ത് ചോദിക്കാൻ പോലും നിങ്ങൾക്ക് 8 ദിവസം വേണ്ടി വന്നു. അപ്പം വേറൊരു പ്രളയം നടന്നു, തൊട്ടടുത്ത ദിവസം തന്നെ പോവുകയാണ്. അവിടെ പോയി കാര്യങ്ങൾ തിരക്കാണ്. അവർക്ക് അടിയന്തര സഹായങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. അത് ചെയ്യണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. മനുഷ്യരെ അങ്ങനെയാണ് പരിഗണിക്കേണ്ടത്. എന്തുകൊണ്ട് അത് ഇവിടെ ഇല്ല? അതിനെയാണ് ഞങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്തത്. അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേക്കും അതിനെ കുറേ പൊളിറ്റിക്കലൈസും ഞങ്ങളുടെ അച്ഛനെ കാണാത്ത ആൾക്കാരാണ്. ഞങ്ങളിപ്പോൾ 8 ദിവസമായിട്ട് അദ്ദേഹത്തെ 8-9 ദിവസമായിട്ട് ഞങ്ങൾക്ക് കാണാതായി. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ തിരച്ചിലുകൾ കറക്റ്റായിട്ടല്ല നടക്കുന്നത്. അത് കൂടെയുള്ള മത്സ്യത്തൊഴിലാളികൾ ഞങ്ങളെ ബോധ്യപ്പെടുത്തിയത് കൊണ്ടാണ് ഞങ്ങളിത് നേരിട്ടിറങ്ങിയത്. ഞങ്ങളെ ആരെങ്കിലും പിന്തുണച്ചിട്ടാണോ ഞങ്ങൾ വന്നത്? ഞങ്ങളിത് സംസാരിക്കുമ്പോഴാണ് ഇങ്ങനെ ചില വിഷയങ്ങളുള്ളത് പലരും അറിയുന്നത് പോലും. അപ്പോൾ അതിൻ്റെ ഒരു ബേസിക്കായിട്ട് അത് ചിന്തിക്കാനുള്ള ബേസിക്കായിട്ടുള്ള കോമൺ സെൻസ് പോലും ഇല്ലാത്ത ഒരു സിസ്റ്റത്തിൻ്റെ അണ്ടറിലാണ് നമ്മളെന്ന് ആലോചിക്കുമ്പോൾ കുറച്ച് സങ്കടമുണ്ട്. പക്ഷേ ഈ 2017 ഓക്കി വന്ന സമയത്ത് പറഞ്ഞ അതേ ഡയലോഗുകളാണ് എന്തുകൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തിയില്ല എന്ന് ചോദിക്കുമ്പോൾ ഇന്നും പറയുന്നത്. 10 വർഷം കഴിഞ്ഞാണ് ഇതുവരെ ഒരു മാറ്റവും ചെറിയൊരു ഡെവലപ്മെന്റ് പോലും അതിലുണ്ടായിട്ടില്ല. ഈ കമ്മ്യൂണിറ്റി എന്താണ് നിങ്ങൾക്ക് ഒരു കോൺട്രിബ്യൂഷനും തരുന്നില്ലേ? മത്സ്യത്തൊഴിലാളികളെ ഇത്രയും രീതിയിൽ ഇങ്ങനെ അധിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഭാഷയാണോ അവരുടെ വസ്ത്രധാരണമാണോ എന്താണ് നിങ്ങളെ അതിനു വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നത്? അവരും മനുഷ്യരാണ്. അതിനുള്ള ബേസിക് ആയിട്ടുള്ള ഒരു ഇതില്ലാത്തതിൻ്റെ എക്സാമ്പിളാണ് ഇന്നും അള്ളിയിലച്ചൻ വിളിച്ചു പറയാണ്. മഞ്ഞ കാർഡ് എടുക്കാൻ വേണ്ടിയിട്ട് പാൻ കാർഡ്, ആധാർ കാർഡ്, അത് ഇതെല്ലാം കൊണ്ടുപോയി അവിടെ വീണ്ടും കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യണം. അവിടെ ആ 2-3 ദിവസം കൊടുക്കും. ആ ദിവസത്തിന്റെ ആ തിരക്കുകൾ നമ്മളെ പോയി കാണണം. അതൊന്നും ഓൺലൈൻ ആക്കാൻ പോലും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ഒരു ബസ്സിൽ ഇപ്പം OP എല്ലാം ഓൺലൈനാക്കി കഴിയും. അല്ലെങ്കിൽ ഇന്നിപ്പം OP എടുക്കണമെങ്കിൽ പോലും നമുക്കത് ഓൺലൈനാക്കി നടക്കുന്നുണ്ട്. ഇത്രയും വലിയൊരു സമ്പ്രദായം, ഇത്രയും നാട്ടുകാരുടെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന മത്സ്യത്തൊഴിലാളികളെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന തൊഴിലാളികളാരും ഇല്ല. മത്സ്യത്തൊഴിലാളികളെ അറിയുന്ന ആൾക്കാരില്ല. അപ്പം അവിടെ ആ സംവിധാനം പോലും ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ ആരെ കൊണ്ട് ഇതുവരെ സാധിച്ചിട്ടില്ല. അതിനെയാണ് ഞങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. എൻ്റെ പപ്പ എന്തായാലും തിരിച്ചു വരും, അത് നമുക്ക് നല്ല വിശ്വാസമുണ്ട്. അദ്ദേഹം എവിടെ കൂടെയെങ്കിലും തിരിച്ചു വരും. പക്ഷെ നാളെയും എൻ്റെ അച്ഛൻ തിരിച്ചു വന്നിട്ട് വീണ്ടും പണിക്ക് പോകും. അങ്ങനെ പോകുമ്പോഴത്തേക്കും ഇതേപോലത്തെ ഒരു അവസ്ഥ, ഞങ്ങൾ എല്ലാവരുടെയും കാല് പിടിക്കേണ്ട അവസ്ഥ ഞങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല. അതിനു വേണ്ടിയിട്ടാണ്. ഞങ്ങൾക്ക് മാത്രമല്ല, ഇന്ന് മക്കളെയും വെച്ച് നടുറോട്ടിൽ മഴയത്തിരുന്ന് സമരം ചെയ്യുന്ന ആ അമ്മയ്ക്കും അല്ലെങ്കിൽ ആ മക്കൾക്കും അല്ലെങ്കിൽ 3 പേരെ നഷ്ടപ്പെട്ടിട്ട് ഇന്ന് ആ ഒരാൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ആ അമ്മയ്ക്ക് വേണ്ടിയിട്ടും പല അമ്മമാർക്ക് വേണ്ടിയിട്ടും ഇനി അടുത്ത് വരാൻ പോകുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അല്ലാതെ ഇതിൽ ഒരു സ്വാർത്ഥതയില്ല. ഇതിൽ ആരും നമ്മളെ പുഷ് ചെയ്യുന്നതും ഇല്ല.